തക്കാളിപ്പനി അഥവാ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസിനെ കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവാം. എന്നാൽ അധിക പാരൻസും അറിയാത്ത 5 കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തേതായി, ചിക്കൻ പോക്സ് പോലെ തക്കാളിപ്പനി ജീവിതത്തിൽ ഒരിക്കൽ മാത്രമല്ല വരിക. പല വൈറസുകൾ തക്കാളിപ്പനി ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കുട്ടിക്ക് ഒരു സീസണിൽ തന്നെ പലതവണ തക്കാളിപ്പനി വരാം. പല വൈറസുകൾ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ലക്ഷണങ്ങളിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം. ചില സമയങ്ങളിൽ സിവിയർ ഡിസീസ്, വലിയ കുമിളകളൊക്കെ ഉണ്ടാക്കുന്ന HFMD വരാം. അതിനെ നമ്മൾ എറ്റിപ്പിക്കൽ HFMD എന്നാണ് വിളിക്കുക. രണ്ടാമത്തേത്, കയ്യിലും കാലിലൊക്കെ ഉണ്ടാവുന്ന കുമിളകളാണ് പലപ്പോഴും പാരൻസിനെ വറിയാക്കുന്നത്. എന്നാൽ യഥാർത്ഥ വില്ലൻ വായിലുണ്ടാവുന്ന മുറിവുകളാണ്. അതുമൂലം കുട്ടിക്ക് വെള്ളം കുടിക്കുവാനോ പലപ്പോഴും ഉമിനീര് ഇറക്കുവാൻ പോലും ബുദ്ധിമുട്ടുണ്ടാവുന്നു. അത് ഡീഹൈഡ്രേഷനിലേക്ക് നയിക്കാം. അതാണ് HFMDയിൽ നമ്മൾ സാധാരണ കാണുന്ന ഒരു കോംപ്ലിക്കേഷൻ. വായിൽ പഴുപ്പാണെന്ന് കരുതി പലപ്പോഴും പാരൻസ് ഈ സമയത്ത് ചൂടുള്ള വെള്ളമാണ് കുട്ടിക്ക് കൊടുക്കുക. എന്നാൽ കുട്ടിക്ക് ഈ അവസരത്തിൽ തണുത്ത വെള്ളമോ അല്ലെങ്കിൽ ഐസ് പോപ്സിക്കിൾസ് തുടങ്ങിയവയാണ് വേദന കുറയ്ക്കാൻ അനുയോജ്യം. മൂന്നാമതായി, കുട്ടിക്ക് അസുഖം പൂർണ്ണമായി ഭേദമായതിനു ശേഷം ആഴ്ചകളോളം ഒരുപക്ഷെ മലത്തിലൂടെ എൻട്രോവൈറസുകൾ പുറന്തള്ളപ്പെടാം. അതുകൊണ്ട് തന്നെയാണ് ഡേ കെയർ സെൻ്ററുകളിലും നഴ്സറികളിലും HFMD വളരെ പെട്ടെന്ന് പടരുന്നത്. ഇതിനെ തടയാൻ നമ്മുടെ സാധാരണ ഹാൻഡ് സാനിറ്റൈസർ മതിയാവില്ല. സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ കഴുകുക എന്നുള്ളതാണ് തക്കാളിപ്പനി പടരാതിരിക്കാനുള്ള ഏറ്റവും മികച്ച മാർഗം. നാലാമത്തേത്, തക്കാളിപ്പനി സാധാരണ നിലക്ക് തനിയെ മാറുന്ന ഒരു അസുഖമാണ്. എങ്കിലും ചില കുട്ടികളിൽ റെയർലി തലച്ചോറിനെ ബാധിക്കുന്ന മെനിങ്കോ എൻകഫലൈറ്റിസ് ഉണ്ടാക്കാം. കുട്ടിക്ക് അമിതമായ ക്ഷീണം, തലവേദന, ഛർദി, അപസ്മാര ലക്ഷണങ്ങൾ ഇതൊക്കെ കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളെ പീഡിയാട്രിഷ്യനെ കാണേണ്ടതാണ്. അഞ്ചാമതായി, തക്കാളിപ്പനി വന്ന് ഭേദമായതിനു ശേഷം ആഴ്ചകൾക്ക് ശേഷം കുട്ടിയുടെ നഖങ്ങൾ അടർന്നു പോകുന്ന ഒരു കണ്ടീഷനുണ്ട്. പല പാരൻസും ഇത് കണ്ട് പേടിക്കാറുണ്ട്. ഇത് HFMDയിൽ സാധാരണ കാണുന്ന ഒരു പ്രതിഭാസമാണ്. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക.